ശരീരത്തിന് കറുപ്പായി പോയതിന്റെ പേരിൽ, ഇംഗ്ലീഷ് അറിയാത്തതിന്റെ പേരിൽ ഒരു വാപ്പാന്റെ പൊന്നുമോള് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു കാലത്താണ് ഞാൻ ഈ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു വാപ്പാന്റെ പൊന്നുമോൾ 19 വർഷം ഒരു വാപ്പ കട്ടപ്പെട്ട് വളർത്തിയൊരു പൊന്നുമോൾ 4 മാസം മുമ്പ് കപിൽ തൂമിന്റെ ആ വാപ്പ വിറക്കുന്ന ചുണ്ടുകളോട് 19 വർഷം കൈവെള്ളയിൽ കൈവല്യം പോലെ കാത്തു സൂക്ഷിച്ച പൊന്നുമോളെ പുതിയ ആപ്ലയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോ ആ വാപ്പ പറയുന്ന ഒരു വാക്കുണ്ട്. അറബി അറിയില്ലെങ്കിൽ ഭർത്താക്കന്മാരെ, ഭർത്താവിന്റെ കുടുംബമേ ശ്രദ്ധിച്ച് കേൾക്കുക. എന്റെ മകളെ ഞാൻ ഇപ്പൊ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് 19 വർഷം വരെ ഞാൻ കാത്തു സൂക്ഷിച്ച എന്റെ പൊന്നുമോളെ. വൈകുന്നേരം വാപ്പ വരുമ്പോൾ വാപ്പയുടെ മടിയിലിരിക്കുന്ന മിഠായി പൊതിയും കാത്ത് 20 വയസ്സായാലും പൊന്നുമോളും വാപ്പയും 2 വയസ്സുള്ള കുഞ്ഞിനെ പോലെയാ. നമ്മുടെ പെൺമക്കളോട് നമുക്കുള്ള സ്നേഹം എത്രയാ. 2 വയസ്സായ മോളെ പോലെ 20 വയസ്സുള്ള മോളും വാപ്പാന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് കുണുങ്ങി തമാശ പറഞ്ഞ് ഉപ്പാന്റെ കൂടെ ചെലവഴിക്കുന്ന സമയമില്ലേ? അങ്ങനെ എന്റെ കൈവെള്ളയിൽ വെച്ച പൊന്നുമോളെ നിന്റെ കയ്യിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നത് ഇനി അവളെ പോറ്റാൻ എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, അവള് എന്റെ വീട്ടിൽ അധിക ഭാരമായത് കൊണ്ടല്ല. പ്രായബുദ്ധിയായാൽ അവളെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് എന്റെ റബ്ബനോട് പറഞ്ഞത് കൊണ്ടാണ്. എന്റെ അള്ളാനെ അനുസരിക്കുകയാണ് ഞാൻ. എന്താണ് മോനെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്റെ മകളുടെ ഏതെങ്കിലും ഒരു സ്വഭാവം നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടതുപോലെ അഭിനയിച്ചിട്ട് ചേർത്ത് നിർത്തണേ. അതല്ല സഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പോറലേൽക്കാട് എന്റെ പൊന്നുമോളെ ഇങ്ങ് തിരിച്ചു തന്നേക്കണേ. എന്റെ മകൾക്ക് കുറവുണ്ടാവാം, എന്റെ മകൾക്ക് നിറം കുറവുണ്ടാവാം, അതിന്റെ പേരിൽ അവളെ കൊത്തിപ്പറിക്കരുതേ, അവളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തരുതേ. എന്റെ മോൾക്ക് എല്ലാ മകളും പോലെയും നിറമുണ്ടാവില്ല, വാപ്പാന്റെ ഉമ്മാന്റെ കളറേ ഉണ്ടാകൂ. പക്ഷേ അതിന്റെ പേരിൽ എന്റെ മകളെ നിന്റെ വീട്ടിൽ നീ അപഹസിക്കരുത്. അവൾക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കാം, ഭാഷാ പരിജ്ഞാനം ഉണ്ടാവില്ല, അതിന്റെ പേരിൽ എന്റെ മകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുത്. എന്റെ പൊന്നുപെങ്ങളെ, നിനക്ക് പറ്റില്ലെങ്കിൽ നീ എന്നെ തിരിച്ചേൽപ്പിച്ചേക്ക്, ഞാൻ എന്റെ മകളെ പൊന്നുപോലെ നോയിക്കോളാം എന്ന് കരാറ് പറഞ്ഞിട്ടാണ് മഹർ വെച്ചിട്ട് നിനക്ക് നിക്കാഹ് ചെയ്തു തരുന്നത്. ഇതാണ് ഇസ്ലാം, ഇതാണ് നിക്കാഹ്. ഇത് അംഗീകരിച്ചോ? പുതിയാപ്പള പറയുന്നു അംഗീകരിച്ചു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോറലേൽക്കാതെ തിരിച്ചു തരാം, പോറലേൽക്കാതെ തിരിച്ചു തരാം. എന്നിട്ടാണ് മഹർ കൊടുത്തിട്ട് ആ പെണ്ണിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ആ പെണ്ണിനെ